الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم عجلوا بالصلاة قبل الفوت وعجلوا بالتوبة قبل الموت إلى آخر الحديث أو كما قال رسول الله ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലിട കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരാണെന്നറിയില്ലേ അങ്ങിന്നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ ഞാൻ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന് എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ
ഉണ്ടായ സംഭാഷണമാ ഒന്നിത് കേട്ടിടുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും പരിശുദ്ധമായ ദിവസത്തിന്റെയും മാസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്തു മാപ്പാക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ദീനിന്റെ വഴിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ വാക്കുകൊണ്ടെങ്കിലും സഹായിച്ചവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മരണപ്പെട്ടു പോയവരാണെങ്കിൽ പരലോകം നീ വെളിച്ചത്തിലാക്കണം റഹ്മാനെ. ദുനിയാവിൽ കിട്ടാത്ത എല്ലാ സുഖങ്ങളും അവരുടെ പാരത്രിക ലോകത്ത് നീ അവർക്ക് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണം അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. ആരോഗ്യം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും അനുസരിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. ദീനിനുപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. മരണപ്പെട്ടാലും നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. വെള്ളിയാഴ്ച ഒരു ദിവസമെങ്കിലും ഉപ്പയുടെയോ ഉമ്മയുടെയോ ഖബറുകൾ വന്ന് സലാം പറയുന്ന മക്കളാക്കണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലും ഇടപാടുകളിലും എല്ലാം നീ ഖൈറും ബറക്കത്തും ചൊരിയണം റബ്ബേ. ഈ ദീനി സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ഈ പള്ളിയിലേക്ക് കൊടുക്കുന്ന ഓരോ തൊട്ടും നിന്റെ പരലോകത്തെ മീസാൻ എന്ന തുലാസിൽ കനമേറിയ ഭാരമായി നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത, ഇതിന്റെ അടിത്തറ പാകിയ, ഈ സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം കൊടുത്ത, വഖഫ് കൊടുത്ത, എല്ലാ നിലക്കും ഇതിനെ സഹായിച്ച് ഇതിനെ പരിപാലിച്ച പരിപാലകർ ഉൾപ്പെടെ എല്ലാവരും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു കാലത്ത് ഈ നാടിന്റെ നായകന്മാരായിരുന്ന പല ആളുകളും ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്കൃഷ്ടരായ ജീവികളാണ് മനുഷ്യർ. മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവിക്കും ഈ ലോകത്ത് ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ബുദ്ധിയും വിവേകവുമാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്. ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസൽമാന് നിർബന്ധമാക്കുന്നിടത്ത് പറയുന്നുണ്ട്, ബുദ്ധിയില്ലാത്തവർക്ക് അത് നിർബന്ധമില്ല. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസൽമാന് മാത്രമേ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, അതായത് ഇസ്ലാം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമെല്ലാം ബുദ്ധിയുള്ള മനുഷ്യനോട് മാത്രം പറയുന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ബുദ്ധിയില്ല, വിവേകമില്ല, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. എവിടെ വച്ച് കഴിക്കണം, എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, എപ്പോ ഭോഗിക്കണം എന്നുള്ള ഒരു ചിന്ത മറ്റു ജീവജാലങ്ങൾക്കില്ല. മനുഷ്യേതര ജീവജാലങ്ങൾ അവരിങ്ങനെ പെറ്റുപെരുകുന്നത് ചിലപ്പോ അമ്മ പ്രസവിച്ച കുഞ്ഞ് തന്നെയായിരിക്കും, പിന്നെ അമ്മയുടെ അടുത്ത കുഞ്ഞിന്റെ അച്ഛൻ. ആട് പ്രസവിക്കും പോലെ, പൂച്ചകൾ പ്രസവിക്കും പോലെ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ഒരു പശു നമ്മുടെ ഈ പള്ളിക്കൂടിയിൽ ഒരു പശു നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് വച്ച് തന്നെ അത് അതിന്റെ മലമൂത്ര വിസർജനം നടത്തും. പക്ഷെ മനുഷ്യന് അതിന് സാധിക്കില്ല, കാരണം അവന്റെ ബുദ്ധി അവനെ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാവണം നീതിയും സത്യസന്ധതയും. നീതിയും സത്യസന്ധതയും ഒരു മനുഷ്യന്റെ മുഖമുദ്രയാകുമ്പോഴാണ്
സമൂഹത്തിലും അവന്റെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും എന്ന് വേണ്ട ഒരു രാജ്യത്ത് മുഴുവനും നീതിബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലായാലും ശരി, നമ്മൾ മക്കളോടോ ഭാര്യയോടോ കുടുംബത്തിലുള്ളവരോടോ അനീതി കാണിച്ചാൽ, ചുമ്മാ പോയി ചീത്തയും പറഞ്ഞ് വഴക്കും പറഞ്ഞ് തല്ലുകൊടുത്തും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്ത് മനുഷ്യനെപ്പോഴും നീതിയുള്ളവനാകണം. അത് തന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് ഒരു വാഗ്ദാനം ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നീതിപൂർവമായി ജീവിക്കുന്നവന് ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലും പറയുന്നു. നിങ്ങൾ നീതിയോടെ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കുക. നീതിയില്ലാത്ത ഒരു കാലഘട്ടം നിങ്ങളിൽ വന്നാൽ അന്ന് നിങ്ങൾ ഖിയാമത്ത് പ്രതീക്ഷിച്ചോ. ഖാല റസൂലുള്ളാഹി. അനീതിയിലൂടെ കാര്യങ്ങൾ എന്നാണോ സംഭവിക്കുന്നത്, അപ്പൊ നമ്മുടെ മനസാക്ഷിക്ക് തന്നെ തോന്നുന്നു അത് നീതിയല്ലല്ലോ, ഇത് അനീതിയാണല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് തന്നെയാണ് അനീതിയായ കാര്യം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായ അള്ളാഹുവിനോട് നീതിയും സത്യസന്ധതയും അവൻ കാണിക്കണം. അതെങ്ങനെ നീതി കാണിക്കണത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹു തആല പഠിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒരു ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഒരു നീതി മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. നമ്മുടെയൊക്കെ ബാധ്യതയാണ് നമുക്ക് 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക എന്നത്. നിസ്കാരം നിലനിർത്തുക എന്നതൊരു നീതിയാണ്, അല്ലാഹുവോട് കാണിക്കുന്ന നീതിയാ. കാരണം ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് തന്നതാണ് എന്റെ ആരോഗ്യം. ഞാൻ ചോദിക്കാതെ എന്റെ മാതാപിതാക്കൾ ദുആ ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ചോദിച്ചതല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. ഗർഭാശയിൽ കിടക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മമാരും ഉപ്പമാരും അള്ളാഹുവിനോട് ചോദിച്ചതിന്റെ ഫലമാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഇത് നീതിയാണ്. നമ്മൾ നമ്മുടെ റബ്ബിനോട് കാണിക്കുന്ന ഇബാദത്ത് നീതിയാണ്. ജീവിതത്തിൽ നീതിയും അനീതിയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടാവണം. കാരണം അമാനത്താണ്. നീതി കാണിക്കുക എന്നുള്ളത് അത് അമാനത്താണ്. മക്കളോട് നീതി കാണിക്കൽ അമാനത്താണ്. മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കല് അതെന്താണ്? നിഷിദ്ധമാണ്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ പെൺമക്കളോട് ഒരു നീതി, ആൺമക്കളോട് വേറെ നീതി ഒരിക്കലും പാടില്ല. ഭാര്യയോട്, മാതാപിതാക്കളോട്, നിന്റെ സഹോദരന്മാരോട് എല്ലാവരോടും നീ നീതി പുലർത്തണമെന്നാണ്. നീതിപൂർവമായിട്ടുള്ളതിനെ ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഖുർആൻ പറയുന്നുണ്ട്, റഹ്മാൻ സൂറത്തിലൂടെ, അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നീതിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നീതിപരമായി നിങ്ങൾ അളവ് തൂക്കങ്ങളിൽ നീതി കാണിക്കുകയും ചെയ്യണം. ഏറ്റവും കൊടിയ കുറ്റമാണ് അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കൽ. കൊടിയ കുറ്റമാണ്. വാങ്ങിക്കുമ്പോൾ ഒരു വില, കൊടുക്കുമ്പോൾ വേറൊരു വില. ഒരു യാചകനാണ്. ആ യാചകന്റെ അവന്റെ കുപ്പത്തൊട്ടിയിൽ നിന്നും ഒരു സാധനം വിലപിടിപ്പുള്ളെടുത്തിട്ട് വേറൊരു പൈസ അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ നീതിപൂർവമല്ലാത്തതിന് അധികമായി ഉണ്ടാവുന്നതല്ല. അതൊരു രാജ്യത്താണെങ്കിലും, ഒരു പള്ളിയിലാണെങ്കിലും, അതൊരു കുടുംബത്താണെങ്കിലും, അതൊരു നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് നീതി കാണിക്കുന്നത് കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ നിൽക്കുന്നത്.
അത് അല്ലാഹുവിന്റെ നീതിയാണ്. ജനങ്ങളോട് അവൻ കാണിക്കുന്ന ഒരു നീതിയാണ്. എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹ്, നാളെ ഞാൻ എവിടെയാണ് എന്താണ് ഉദിക്കേണ്ടത്? എല്ലാ ദിവസവും ചോദിക്കുമെന്നാണ്. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെല്ലുമ്പോ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹ്, നാളത്തെ സുപ്രഭാതത്തിൽ എവിടെയാണ് ഞാൻ ഉദിക്കേണ്ടത്? അല്ലാഹു പറയും, നാളെയും നീ കിഴക്ക് തന്നെ ഉദിക്കണേ. അല്ലാഹു പറയും, കിഴക്ക് തന്നെ ഉദിക്ക്. അവസാനം ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ സൂര്യൻ അനുവാദം ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നത്, നാളെ നീ കിഴക്കുദിക്കല്ലേ, നാളെ നീ ഉദിക്കേണ്ടത് പടിഞ്ഞാറാണ്. ഒരു ദിവസം ചോദിക്കും, എല്ലാ ദിവസവും ചോദിക്കുമ്പോ അല്ലാഹു പറയും, നാളെ നീ ഉദിക്കേണ്ടത് എന്നും കിഴക്കല്ലേ, നാളെ ഒരു കാര്യം ചെയ്യ്, നീ 16 ഉദിക്ക്. പടിഞ്ഞാറ് ഉദിച്ച് അന്ന് ഖിയാമത്ത് നാളിന് മുന്നോടിയാകുമ്പോൾ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സൂര്യൻ ഒരു 48-72 മണിക്കൂർ സമയത്തേക്ക് സൂര്യനെ കാണാതെ പോകും. ഖിയാമത്ത് നാളിന് തൊട്ട് മുന്നോടിയായിട്ട് 72 മണിക്കൂർ സമയം ലോകം മുഴുവനും കൂരിരുട്ടാണ്. അന്നൊരു മനുഷ്യനും തീപ്പെട്ടി കത്തിച്ചാൽ അത് കത്തില്ല. ലൈറ്റിന്റെ സ്വിച്ച് എത്ര ഇട്ട് നോക്കി കത്തില്ല. ആ 72 മണിക്കൂർ ഇരുട്ടിൽ കഴിഞ്ഞ മനുഷ്യനതാ അവസാനം വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടി പ്രയാസപ്പെടുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് ശഫഖുൽ ഫജ്റു സാദിഖ് വെളിവാകുന്നത് കാണാം. ഫജ്റു സാദിഖ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന വെളുത്ത പ്രഭയാണ്. ഫജ്റു സാദിഖ്. ഖിയാമത്ത് നാളിന് മുന്നോടിയായി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഫജ്റു സാദിഖ് വെളിവായാൽ പിന്നെ ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. ഖാല റസൂലുള്ളാഹി. പടിഞ്ഞാറ് അങ്ങനെ നമ്മൾ വിചാരിക്കുക എന്ത് രസമായിരിക്കും, ഒന്നൊന്ന് കാണണമല്ലോ, ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ? പിന്നെ തൗബയുടെ വാതിൽ അല്ലാഹു തആല കൊട്ടിയടക്കപ്പെടും. പിന്നെ ഒരു മനുഷ്യന്റെ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ പിന്നെ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെ ഭൂമിയോടും ആകാശത്തിനോടും ഗ്രഹങ്ങളോടും അല്ലാഹു തആല കാണിക്കുന്നത് നീതിയാണ്. ഈ നീതി മനുഷ്യനിലും ഉണ്ടാവണം. നമ്മളോട് അല്ലാഹു തആല കാണിക്കുന്ന നീതിയാണ് നമുക്ക് ഭക്ഷണം തരിക, വായു തരിക. അല്ലാഹുവിന് വേണമെങ്കിൽ ഇവിടെ വായു ഇല്ലാതാക്കാം, ഓക്സിജൻ ഇല്ലാതാക്കാം, വെള്ളമില്ലാതാക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അല്ലാഹുവിന് മനുഷ്യനോടൊരു ബാധ്യതയുള്ളതുപോലെ മനുഷ്യന് അല്ലാഹുവിനോടും ചില ബാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് സത്യസന്ധതയാണ്. ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധനായിരിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ഈ വിശ്വസ്തത അമാനത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്മാർക്ക് ഈ അമാനത്ത് നിർബന്ധമായ ഒരു സിഫത്താണ്. എല്ലാ പ്രവാചകർക്കും അമാനത്ത് എന്ന് പറയുന്ന എന്താണ്? ഈ സത്യസന്ധത എന്ന വിശ്വസ്ത ആ വിശേഷ ഗുണം അത് നിർബന്ധമാണ്, നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. അമാനത്ത് എന്നാൽ നമ്മുടെ ഭാര്യമാര് നമ്മുടെ കയ്യിൽ അമാനത്താണ്, നമ്മുടെ മക്കൾ അമാനത്താണ്, ഭരണകർത്താവാണെങ്കിൽ ഭരണീയർ അവന്റെ ഭരണം അമാനത്താണ്. ഒരു സ്ഥാപനം നടത്തുന്നുവെങ്കിൽ അതിന്റെ പ്രിൻസിപ്പാൾ, അതിന്റെ അമരക്കാരൻ അയാൾ അമാനത്തുള്ളവനാണ്, വിശ്വസ്തനാണ്. വിശ്വസ്തനായി ഏൽപ്പിക്കുന്നതായ പൊതുമുതൽ സംരക്ഷിക്കാനുള്ള ഈ പള്ളിയുടെ പരിപാലകർ അവർ അമാനത്ത് സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ സത്യസന്ധത എന്നത് അമാനത്താണ്. പ്രവാചകന്മാരിൽ
വളരെ നിർബന്ധമായും ഓരോ ആളുകൾക്കും ഉണ്ടാവേണ്ട ഗുണമാണ്. അവസാന കാലമാകുമ്പോൾ സത്യവിശ്വാസി വിശ്വസ്തത കുറയുന്നതനുസരിച്ച് ലോകാവസാനം അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീതി കുറഞ്ഞു വരുന്നത് എന്നാണോ? കുറഞ്ഞു വരുംതോറും ഖിയാമത്ത് നാൾ അടുത്തുകൊണ്ടേയിരിക്കും. അല്ലേ? എന്തൊരു അനീതിയാ ഇപ്പൊ ലോകത്ത് നടക്കണത്. നിരപരാധികളായ ഒരു കുറ്റവും ചെയ്യാതെ സ്വന്തം വീട്ടിലിരിക്കുന്ന ആളുകളെ മുസ്ലിമായതിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലുന്നത് എത്ര രാജ്യങ്ങളാണ് നോക്കി നിന്ന് കാണുന്നത്. വെറുതെ കൊന്നുകളയുകയാണ്. പാവങ്ങളാണ്, സാധുക്കളാണ്, പക്ഷെ അവരുടെ ഈമാനുണ്ടല്ലോ, ലോകം മുഴുവനും അവരെ നശിപ്പിച്ചാലും അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള ഈമാനിന് കോട്ടം വരുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖുർആൻ പേരെടുത്തു പറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് അവർക്കൊരു ഈമാനികമായ ആർജവം ഉണ്ടാകും. പ്രസവിച്ച് വീഴുന്ന കൊച്ചു കുട്ടിക്ക് പോലും അവർ എന്താണ് ഫലസ്തീനിൽ ജനിച്ചു അല്ലോ എന്നുള്ളൊരു ആവേശകരമായ ഈമാൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. കാരണം എന്താ? ബാറക്നാ ഹൗലഹു എന്ന ഖുർആന്റെ പരാമർശം ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയെയും അതിന്റെ പരിസരത്തും ബാറക്നാ ഹൗലഹു എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ അവരുടെ ഈമാനിന് ഒരു ഇഞ്ച് പോലും എത്ര തകർക്കപ്പെട്ടാലും, എത്ര കൊന്നൊടുക്കിയാലും, എത്ര വംശീയ നാശം വരുത്തിയാലും ഈമാനിന്റെ ഖദറിന്റെ ഒരു രോമത്തിൽ പോലും ഒരു പോറലേൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ളുയ്യത്തിൽ അമാനത്തു, അമാനത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഫന്തളിരിസാനത, ഖിയാമത്ത് നാൾ നിങ്ങൾ പ്രതീക്ഷിച്ചോ. ഖാല കൈഫ ഇല്ലാഹു യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലേ, എങ്ങനെയായി അമാനത്ത് നഷ്ടപ്പെടുത്തുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഇദാ അസ്നദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, ഒരു കാര്യം നീ അർഹരല്ലാത്ത ആളിലേക്ക് ഏൽപ്പിച്ചാൽ, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അനുയോജ്യമല്ലാത്ത ആളിലേക്ക് അധികാരമെത്തിയാൽ, അനർഹരായ ആളിലേക്ക് അധികാരമെത്തിയാൽ, ഒരു കാര്യം അർഹതയില്ലാത്ത ആളുടെ കയ്യിൽ ചെന്നാൽ, പിന്നെ നിങ്ങൾ ഖിയാമത്ത് പ്രതീക്ഷിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലോകത്തെ ആദ്യത്തെ ഫിത്ന എന്നത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നീതിയുടെ പടവാളായിരിക്കണം. പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ നീതിയോടെ പെരുമാറിയിട്ടുള്ളത്. തന്നോട് പറഞ്ഞ രഹസ്യം അത് ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്, മറ്റൊരാളോട് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയുന്ന ഒരു കാര്യം അത് എന്റെ അമാനത്താണ്, എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്, ഒരിക്കലും ഞാനത് മറ്റൊരാളോട് പറഞ്ഞുകൂടാ. എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ധനമുണ്ടല്ലോ, ആ ധനവും എനിക്ക് അമാനത്താണ്. ഉത്തരവാദിത്തങ്ങളെല്ലാം ഭദ്രമായി സൂക്ഷിക്കണേ മുസ്ലിമേ. അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, അവൾ കൃത്യമായി തന്നെ സൂക്ഷിക്കണം. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, അല്ലാഹു നിശ്ചയിച്ച ബാധ്യതകളും നിരോധനകളും അത് പരിപാലിക്കപ്പെടേണ്ടതാണ്. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹാ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുകും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്, അൻ തുഅദ്ദുൽ അമാനാത്ത്, നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളുണ്ടല്ലോ
അവകൾ നിങ്ങളെ വീട്ടണേ ഇലാഹലിഹാ, അതിന്റെ അഹലുകാരിലേക്ക് തന്നെ വീട്ടണേ. ഭാര്യയുടെ രഹസ്യങ്ങൾ പറയരുതേ, ഭർത്താവിന്റെ രഹസ്യങ്ങൾ പറയരുതേ, മാതാപിതാക്കളുടെ കുറ്റങ്ങൾ പറയരുതേ, സഹോദരന്റെ ന്യൂനതകൾ പറയരുതേ, അയൽവക്കക്കാരന്റെ കുറവുകൾ പറയരുതേ. അതവന്റെ ന്യൂനതയാണ്. അത് മറച്ചു വയ്ക്കാനുള്ള ഈമാൻ എന്റെ മുസ്ലിമേ നിനക്കുണ്ടാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെല്ലാം അമാനത്താണ്. സഹോദരന്റെ അഭിമാനത്തിന് കേടുവരാത്ത വിധം അവനോട് നീ കാണിക്കുന്ന നീതിയാണ്. മാതാപിതാക്കൾ പ്രായം ചെന്നവരാണ്. ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാകും, ഒരുപാട് കുറവുകൾ ഉണ്ടാകും. കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയോട് പറയുക, പെണ്ണേ, എന്റെ ഉപ്പ പ്രായം ചെന്നതാണ്, എന്റെ ഉമ്മ പ്രായം വന്നതാണ്, അവർക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാകും, ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും, ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും. എന്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. പക്ഷെ അവരോട് നീ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. അവരുടെ കുറവുകൾ പരിഹരിച്ച് വേണം അവരെ സംരക്ഷിക്കാൻ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവൻ നീതിമാനായ ഭരണാധികാരിയാണ്. നബി മുഹമ്മദ് മുസ്തഫ. നീതിയാണ്, നീതിയാണ്. നീതിയോടെ പെരുമാറണേ, നീതിയോടെ സംസാരിക്കണേ, നീതിയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണേ. ഒരുപാട് ആളുകളോട് നമുക്ക് നീതിയോടെ പെരുമാറേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീതിയോടെ പെരുമാറുന്ന മുഅ്മിനെ നിന്നെ ഒരിക്കലും ജനങ്ങൾ മറക്കുന്നതല്ല. ഓരോ ഭരണാധികാരികൾ വരുമ്പോഴും അനീതിയോടും അക്രമത്തോടും കൂടി ജനങ്ങളെ കാണുന്ന ഇന്ത്യ രാജ്യത്തെ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇന്ത്യ രാജ്യത്ത് തന്നെയാണ്. രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ്, രണ്ടും ക്രൈസ്തവ സഹോദരങ്ങളാണ്. എല്ലാം അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അവർക്ക് എന്താണ് ചെന്നായുടെ തോലിട്ട ആട്ടിൻ പറ്റങ്ങളെ പോലെ ആ സമൂഹത്തിനിടയിൽ കിടന്നുകൊണ്ട് അവരുടെ ചോര കുടിച്ചുകൊണ്ട് തറമാടിക്കുന്നതാണ്. കുടുംബങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് ജീവനുകൾ അപഹരിക്കുന്നു, ഒരുപാട് കടകമ്പോളങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു. ഒരിക്കലും ചെയ്യല്ലേ മുസ്ലിമേ. മധ്യസ്ഥ വഹിക്കാൻ പോയാൽ, അതിന് ജാമ്യമായി മധ്യസ്ഥത വഹിക്കാൻ പോയാൽ നീതിയോടെ പെരുമാറണേ. രണ്ട് കൂട്ടരുടെയും ഇടയിൽ നീതിയോടെ നിങ്ങൾ വർത്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും അനീതി പാടില്ല. അനീതിയോടെ പെരുമാറുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നബി തങ്ങൾ പറഞ്ഞു, കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും ഇസ്ലാമികമായ ശിക്ഷയായ കട്ടവന്റെ കൈ മുറിക്കുക എന്നത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. കട്ടത് എന്റെ മകളാണ്, കുറ്റം വന്നത് കോടതിയിലാണ്. ഇത് പരസ്യമായ ഒരു പൊതുവായ സ്വത്താണ്. പരാതി കിട്ടിയാൽ കട്ടതെന്റെ മകൾ ഫാത്തിമയാണോ എന്ന് ഞാൻ നോക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല വസ്തുക്കളും മക്കക്കാര് നബി തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും, സമ്പത്താവട്ടെ അതല്ലാത്ത പല കാര്യങ്ങളും നബി തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുവാനായി ഒരു രാത്രിയിൽ ശത്രുക്കൾ തന്റെ റൂമിലെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുവാനായി ശത്രുക്കൾ വന്നപ്പോൾ ഫഖാല ലി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നം അലാ ഫിറാശി. അലിയാരെ, നീ എന്റെ മരുമകനാണ്, സ്വർഗീയ യുവാക്കളുടെ നേതാവാണ്. അലിയാരെ, നം അലാ ഫിറാശി, എന്റെ വിരിപ്പിൽ നീ കിടന്നുറങ്ങിക്കോ മോനെ. എന്റെ പച്ച പുതപ്പ് നീ വിരിച്ച് തന്നെ കിടന്നോ. ശത്രുക്കൾ വരുവാണ്, നബി തങ്ങളെ കൊല്ലാനാണ് വരുന്നത്. ഇതറിഞ്ഞ നബി തങ്ങൾ അലിയാര് തങ്ങളോട് പറഞ്ഞു, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ,
വസ്തശബി ബിരിദിൽ അഖ്ളരി എന്റെ പച്ച പുതപ്പ് നീ വിരിച്ചു കിടന്നു ഫനം ഫീഹി അതിൽ കിടന്ന് നീ ഉറങ്ങണം ഫൈനഹു ലാ യഖ്ലിസു ഇലൈക ശൈഉൻ തുക്റഹു വെറുക്കുന്ന ഒന്നും സംഭവിക്കില്ല അലിയേ മോശമായ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല അലിയേ അങ്ങനെ മഹാനവറുകൾ അമറഹോ നബി തങ്ങൾ അവിടുന്ന് ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോഴാണ് കൂടെയുള്ളത് അബൂബക്കറാണ് അലിയോട് നബി തങ്ങൾ പറഞ്ഞു അമറഹു അയ്യുഅദ്ദീമാ ഇൻദഹു ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ അലമാരകളിൽ കുറച്ച് അമാനത്തായ മുതലുകളുണ്ട് മക്കക്കാരായ ആളുകൾ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച സ്വത്തുക്കളുണ്ട് ആ സ്വത്തുകൾ നബി തങ്ങൾ പറഞ്ഞു അമറഹു അയ്യുഅദ്ദീമാ ഇൻദഹു മിൻ വദീഅതി വ അമാനതഹു ശഫീഉനാ റസൂലുള്ളാഹി ഞാൻ ഹിജ്റ പോവുകയാണ് പോകുന്നത് അബൂബക്കറിനോടൊപ്പമാണ് അലിയാരെ അതുകൊണ്ട് മക്കക്കാരായ ആളുകൾ വിശ്വസിച്ചേൽപ്പിച്ച കുറച്ച് സ്വത്തുക്കൾ ഇതിനകത്തുണ്ട് അത് നീ അർഹതപ്പെട്ട അതിന്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കണേ അല്ലാഹു പറഞ്ഞു വലാ തഖൂനു അമാനാത്തിക്കും പരിശുദ്ധ ഖുർആൻ നമ്മുടെ അമാനത്തിൽ നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ല അമാനത്തിൽ നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ല അത് നീതിയല്ല അനീതിയാണ് അതുകൊണ്ട് ഖുർആന്റെ അധ്യാപനമാണ് വലാ തഖൂനു അമാനാത്തിക്കും നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ ജോലികൾ നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾ ഇതെല്ലാം അമാനത്താണ് മരണമാസന്നമായ നേരം തന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അത് വിട്ടുകൊടുക്കാൻ വേണ്ടത് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വിരിപ്പിലേക്ക് കയറ്റിക്കിടത്തിയ മഹാനായ അലിയാർ റളിയല്ലാഹു അൻഹു തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞത് നബി തങ്ങൾ വിശ്വസ്തനായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നബി തങ്ങൾക്ക് പനി ബാധിച്ച സമയത്ത് ഫളൽ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു അബ്ബാസ് ജനങ്ങളെ എല്ലാവരെയും നീ പള്ളിയിലേക്ക് വിളിക്കണേ അബ്ബാസ് മഹാനവറുകൾ ജനങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചു നബി തങ്ങൾ പറഞ്ഞു എന്റെ രോഗം മോശമാണ് എനിക്ക് പനിയാണ് പനി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി സഫർ മാസത്തിൽ നബി തങ്ങൾക്ക് പനി തുടങ്ങിയതാണ് പനി വന്നപ്പോൾ ഫളൽ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു ജനങ്ങളെ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിക്കണേ അബ്ബാസ് എന്നിട്ട് അമ്മാ ബഅദ അയ്യുഹന്നാസ് ജനങ്ങളോട് പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇന്നഹു ഖദ് ദനാ മിന്നീ ഖുലൂഫൻ മിൻ ബൈനി ലഹരിക്കും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് വലൻ തറൗനി ഫീ ഹാദൽ മഖാമി ഫീകും ഇനി ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം അതുകൊണ്ട് അലാ ഫമൻ കനത ജൽദത ലഹു ലഹറൻ ഫഹാദ ലഹരി ഫൽസ്തഖിദ് മിൻഹു ഞാൻ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷം വന്ന് എന്നോടൊന്ന് പ്രതികാരം ചെയ്യണം മുഹമ്മദ് ഇവിടെ നിൽക്കുന്ന നിൽപ്പിലാണ് എന്ത് പ്രതികാരമുണ്ടെങ്കിലും വന്ന് ചെയ്യാം ഏതെങ്കിലും മനുഷ്യനെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും മനുഷ്യന് അഹദതുലഹു മാലൻ ഏതെങ്കിലും മനുഷ്യന്റെ സമ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വന്ന് അതിന്റെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോകാം എന്റെ സമ്പത്തായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെയോ ഏതെങ്കിലും മനുഷ്യനെ ഞാൻ മോശമായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ഇപ്പോ പ്രതികാരം ചെയ്യാം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് തരുന്നു ولا يقولن قائل إني أخشى الشهناء എന്റെ മരണശേഷം ഇവിടെ ജനങ്ങൾ പറയരുത് മുഹമ്മദ് എനിക്ക് ഇന്നത് തരാനുണ്ട് മുഹമ്മദ് എനിക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ ഞാൻ എന്താണ് എന്നെ പരസ്യമായി ആക്ഷേപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാളും പറയാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നിൽ നിന്നും വന്ന ഏതെങ്കിലും പ്രതികാരം അത് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പൂർത്തീകരിക്കണേ നബി മുഹമ്മദ് മുസ്തഫ
ഒരാളും പറഞ്ഞില്ല, ഒരു കുറ്റവും പറഞ്ഞില്ല. എല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടു, എല്ലാം ഞങ്ങൾ സഹിച്ചു നബിയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സദസ്സ് വിരിഞ്ഞത്. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശാലമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം. അതുകൊണ്ട് ചിന്തിക്കുന്ന മുസ്ലിമേ, ഈമാനികമായി ചിന്തിക്കുന്നവരെ, സത്യസന്ധത നിന്റെ അമാനത്താണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഇഖ്തത ഹഖ്ഖു ഇംരിൻ മുസ്ലിമിൻ ബിയമീനിഹി, സത്യസന്ധമായി ജീവിക്കുന്ന ഒരു മുസൽമാന്റെ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കരഗതമാക്കിയാൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, നരകം അല്ലാഹു അവന് നിർബന്ധമാക്കിയിരിക്കുന്നു. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ കടക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി. നിസ്സാരമായ എന്തൊരു മോഷണം നടത്തിയാലും നമ്മുടേതല്ലാത്ത ഒരു കരിയില എടുത്ത് അത് എടുത്തൊന്ന് തിരിച്ചിട്ടാ പോലും അത് നീതിയല്ല, അനീതിയാണ്. നിസ്കാരം കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് പോകുന്നവന്റെ ചെരുപ്പിനടിയിൽ ഈ വഖഫ് സ്വത്തിന്റെ ഒരു തരി ഭൂമി ഇരുന്നിട്ട് അത് ഇതിന്റെ കവാടം വിട്ട് വെളിയിലേക്ക് കടന്നാൽ അത് അനീതിയാണ്. പണ്ടുണ്ടായിരുന്ന കാരണവന്മാര് പള്ളിയുടെ വെളിയിലാണ് ചെരുപ്പ് ഊരിയിടുക. ഇത് വഖഫ് സ്വത്താണ്, ഇത് അമാനത്താണ്, ഇത് പൊതുമുതലാണ്. ഈ പള്ളിയിൽ വന്നിട്ട് കാലിന്റെ അടിയിലെങ്ങാനും ഒരു തരി മണ്ണിരുന്ന് നടന്നു പോയിട്ടത് ഗേറ്റിന്റെ പുറത്തേക്ക് പോയാൽ അതെന്താണ്? വഖഫിന്റെ സ്വത്താണ്, അത് നിഷിദ്ധമാണ്. നബി മുഹമ്മദ് മുസ്തഫ അർഹതപ്പെട്ട സ്ഥലത്ത് തന്നെ വെക്കണം. അതാണ് നീതി. അർഹതയുള്ളത് അത് അർഹതപ്പെട്ട സ്ഥലത്ത് തന്നെ ഇരിക്കണം. അനാവശ്യമായി ഒരാളുടെ ഒരു രൂപ പോലും എടുക്കാൻ പാടില്ല. കളവ് എന്നത് ഒരു നിസ്സാരമായി കാണരുത്. ഒരു മനുഷ്യന്റെ ഒരു രൂപയെങ്കിലും ഒരാൾ എന്താണ് അനാവശ്യമായി അപഹരിച്ചാൽ ഖിയാമത്ത് നാളിൽ അതിനുമായി അവൻ വരേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, നരകത്തിൽ നിർബന്ധമായവനാണെന്നാലും സ്വർഗത്തിൽ കടക്കുകയില്ല. ഹറമ അലൈഹിൽ ജന്ന, സ്വർഗവും അവന് നിഷിദ്ധമാണ്. ഫഖാല ലഹു റജുലുൻ, ഒരു സഹാബി ചോദിച്ചു, വൈൻ കാന ശൈഅൻ യസീറാ യാ റസൂലല്ലാഹ്, ഒരു ചെറിയ വസ്തു എന്തെങ്കിലും ആണെങ്കിലോ നബിയെ, ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എടുത്താൽ വല്ല അളവുണ്ടാവോ? നബി തങ്ങൾ പറഞ്ഞു, വഇൻ കാന ഖലീബം മിൻ അറാഖ് ശഫീഉനാ റസൂലുള്ളാഹി, അറാഖിന്റെ ഒരു കഷ്ണമായാലും നീ ഒരാളുടെ ഒരു രൂപ പോലും അപഹരിച്ചോ തട്ടിയെടുത്തോ തെറ്റിച്ചും വെട്ടിച്ചും എങ്ങനെയാണെങ്കിലും ഒരു രൂപ നിന്റെ സമ്പത്തിൽ വന്നോ, നീ നരകത്തിൽ കടക്കുകയും ചെയ്യും, സ്വർഗം നിനക്ക് ഹറാമാണ്. ഖാല റസൂലുള്ളാഹി. സമ്പത്ത് എങ്ങനെയാണ് വാരിക്കൂട്ടേണ്ടത്? എന്റെ വയറ്റിലേക്ക് ഹറാമായ ഒരു രൂപ ചെന്നാൽ അതിൽ ബറക്കത്തില്ലാത്തതാണ്. ഹറാമായ സമ്പാദ്യം നമ്മൾ കുറെ സമ്പാദിച്ചു, അതിനകത്തൊക്കെ ഹക്കില്ലാത്ത 1,00,000 രൂപയിലേക്ക് ഒന്ന് ഹറാമായ ഒരു ഹക്കില്ലാത്ത ഒരു രൂപ വന്നാൽ ആ 1,00,000 ഹറാബാവും. അത് മുഴുവനും പിന്നെ നിഷിദ്ധമാണ്. മക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ല, മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയില്ല, മക്കൾ എത്ര ഉപദേശിച്ചിട്ടും അനുസരിക്കുന്നില്ല. ഹറാമ് വയറ്റിൽ കിടന്നാൽ അവന്റെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് സമ്പത്തുണ്ടാകുന്നതിന് ലക്ഷ്യം മാത്രമല്ല മാർഗവും പ്രധാനമാണ്. ലക്ഷ്യം സമ്പത്തുണ്ടാക്കലാണെങ്കിൽ പോരാ, മാർഗവും പ്രധാനമാണ്, അതിലേക്കുള്ള വഴികളും പ്രധാനമാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, വഖഫിനെതിരായി ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഒരിക്കലും വഖഫല്ലാത്ത ഭൂമിയിൽ നിസ്കരിക്കുന്ന മുസ്ലിമേ, നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ
മനുഷ്യൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്ത സ്വത്തല്ലാത്ത ഒരു സ്വത്ത്, ഞാൻ അവിടെ ഒരു പള്ളി പണിതു, എന്റെ പ്രോപ്പർട്ടിയിലുള്ള ഒരു സ്ഥലമാണ്, വഖഫൊന്നും ചെയ്തില്ല, എന്നാൽ ആ പള്ളിയിൽ നിസ്കരിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല. പൊതുജനങ്ങൾക്കായി വഖഫ് ചെയ്ത, അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്ത വഖഫ് സ്വത്തിൽ നിസ്കരിക്കുമ്പോഴാ നിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല അമവിയ ഭരണാധികാരിയായ വലീദ് ബിൻ അബ്ദുൽ മലിക് ദമസ്കസിലെ പള്ളി വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ പള്ളി അതാ വിപുലീകരിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളി പൊളിക്കണം. നോക്കൂ, വലീദ് പറഞ്ഞു, ക്രിസ്ത്യാനികളോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള പള്ളി പൊളിക്കാം, എന്നിട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ വേറെ ഒരു പള്ളി പണിതു തരാമെന്ന കരാറിൽ ചർച്ച് പൊളിക്കാൻ ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചില്ല. വീണ്ടും പറഞ്ഞു, ഈ ഒരു ക്രിസ്ത്യൻ പള്ളി പൊളിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള 4 പള്ളികൾ ഞങ്ങൾ പണിതു തരാം. ഈ പള്ളി ഞങ്ങളുടെ മുസ്ലിമീങ്ങളുടെ പള്ളി ഒന്ന് വിപുലമാക്കാനാണ്. ക്രൈസ്തവര് സമ്മതിച്ചില്ല. പക്ഷേ വലീദ് ധിക്കാരപൂർവം ക്രിസ്ത്യൻ പള്ളി പൊളിച്ചുകൊണ്ട് പള്ളി വിപുലീകരിച്ചു. പിന്നെയാണ് നീതിയുടെ പടവാളായ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ഖലീഫയായത്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് നീതിയുടെ പടവാളാണ്, നീതിയുടെ കേന്ദ്രമാണ്. തന്റെ മകൻ ഒരിക്കൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തലയിൽ എണ്ണ വാർന്നത് ഇങ്ങനെ കണ്ടു. എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ പൊതുജനങ്ങൾക്ക് എണ്ണ ഊറ്റി കൊടുത്തപ്പോ എന്റെ കയ്യിലായ എണ്ണയാണ്, ഞാൻ എന്റെ തലയിൽ തൂത്തതാണ്. മഹാനവറുകൾ പറഞ്ഞു, ഒന്നുകിൽ നീ അതിന് പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ നീ നിന്റെ മുടി മുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞ നീതിയുടെ പടവാളാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. ക്രൈസ്തവരെല്ലാവരും കൂടി മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് ചെന്നു. അത് നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെത്തി. അപ്പോൾ ക്രൈസ്തവർ പറഞ്ഞു, പള്ളി പൊളിക്കേണ്ട. അങ്ങനെ എന്ത് ചെയ്തു? മഹാനവറുകളോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളി പൊളിച്ചിട്ടാണ് നിങ്ങളുടെ മുസ്ലിം പള്ളി ഇങ്ങനെ നീതി എന്താണ് ഇതാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് നീതി ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് പള്ളി പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ക്രൈസ്തവർ സമ്മതിച്ചില്ല. ക്രൈസ്തവർ പറഞ്ഞു, പണിത പള്ളി നിങ്ങൾ പൊളിക്കണ്ട, പണിത് വിപുലീകരിച്ച ഈ പള്ളി നിങ്ങൾ പൊളിക്കണ്ട, ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പകരം പള്ളി തന്നാ മതി എന്ന് പറഞ്ഞ നീതിയുടെ പടവാളാണ് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. കേട്ടിട്ടില്ലേ അവരുടെ വീടിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചുമുള്ള കഥകൾ? മഹാനവറുകളെ കുറിച്ചുള്ള കഥകൾ എത്രയോ ചരിത്രകാരന്മാർ കാവ്യരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ? അങ്ങാരാണെന്നറിയില്ലേ, അങ്ങേ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വേറും നാലണയില്ല രാജകനായെന്നോ. മുന്തിരി തിന്നാനുള്ള മോഹത്തിൽ ഭാര്യയോട് പറഞ്ഞപ്പോ, അങ്ങേ നാട്ടിലെ രാജാവല്ലേ, അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ലാതെ ആയോ? ഇങ്ങനെ സുന്ദരമായ പാട്ടിലൂടെ കവികൾ അതിനെ വർണ്ണിച്ചത് എത്രയോ ചരിത്രകാരന്മാരുടെ ചരിത്രങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. നീതിയുടെ പടവാൾ. അങ്ങനെ അതാ ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചെല്ലുകയായി. ഒരു ദിവസം ഒരു കഴിവിയായ പെണ്ണ് നബി തങ്ങളാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ വന്നുകൊണ്ട് പരാതി പറയാൻ വന്നതാണ്. എന്റെ വീടൊന്ന് പുനർനിർമ്മാണം ചെയ്യാനായിട്ടാണ് വന്നത്. ഒരു കാര്യം ചൊല്ലു പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ?
ഇത് കേട്ടപാടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവിടുത്തെ സഹധർമ്മിണിയായ ഫാത്തിമ പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന വീട്, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ രാജാവ്, ഏറ്റവും വലിയ നീതിയുടെ പടവാളായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ വീട് കണ്ടുകൊണ്ട് ആ വന്ന കിഴവിയായ പെണ്ണ് പോലും ചോദിച്ചു, ഈ കൂരയാണോ ഈ ഭരണാധികാരിയായ രാജാവ് വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചരിത്ര സംഭവമാണ് കവി ഇവിടെ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. വഖഫ് ഭൂമി ഒരിക്കലും അന്യായമായി പിടിച്ചു പറിച്ചതല്ല. ഇവിടത്തെ ഒരൊറ്റ പള്ളിക്ക് വേണ്ടിയും വഖഫ് ഭൂമി ഒരിക്കലും പിടിച്ചു പറിച്ച ചരിത്രമില്ല. അതുകൊണ്ട് പരക്കുന്നത് മുഴുവനും വ്യാജവാർത്തകളാണ്. വഖഫ് മൊത്തം ട്രോളുകളും കളിയാക്കലുകളും ആക്ഷേപങ്ങളുമാണ്, പരിഹാസങ്ങളാണ്. അതുകൊണ്ടെന്താണ്, വഖഫ് സ്വത്ത് ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. ഫറൂഖ് കോളേജും അതിന്റെ അധികാരികളുമാണ് മുനമ്പത്തെ വഖഫ് ഭൂമി പാവങ്ങളായ കൃഷി തൊഴിലാളികളും അതുപോലെ മത്സ്യബന്ധന ആളുകളുമായ പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുത്ത ഫറൂഖ് കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ആ വഖഫ് സ്വത്തിന്റെ പൂർണ്ണ കുറ്റക്കാർ. അതുകൊണ്ട് അതിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് സ്വത്തും മറ്റുള്ളവന്റെ പിടിച്ചു പറിച്ച സ്വത്തല്ല ഒരിക്കലും. അതിന് ഇന്നേ വരെ ഒരൊറ്റ പള്ളിക്ക് വേണ്ടിയും ഇവിടെ ഒരാളുടെ ഭൂമിയും പിടിച്ചു പറിച്ചിട്ടില്ല എന്ന വസ്തുത മനസ്സിലാക്കുക, നീതിയോടെ പെരുമാറുക, നീതിയുടെ പടവാളാവുക. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമൂന ബിൽ ഖിസ്തി. നീതിയോടുകൂടി നിന്റെ ഏതൊരു കാര്യത്തിലും, നിസ്സാരമായി നിന്റെ മക്കൾക്ക് നീ കൊണ്ടുപോയി കൊടുക്കുന്ന മിഠായിലാണെങ്കിൽ പോലും ഇളയവനെന്നോ മൂത്തവനെന്നോ ചെറിയവനെന്നോ പെണ്ണെന്നോ ആണെന്നോ വിവേചനം കാണിക്കാതെ നീ നീതി കാണിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളില്ലാത്തവന്റെ മുന്നിൽ മക്കളെ പോറ്റുന്ന പൊന്നാരിക്കുന്ന മാതാപിതാക്കളോട് പറഞ്ഞു, നീ കാണിക്കുന്നത് അനീതിയാണ്. മക്കളില്ലാത്തവന്റെ മുന്നിൽ പോയി സ്വന്തം കുഞ്ഞിനെ എന്ന് കളിയാക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ലാളിക്കുന്നവനോട് പറഞ്ഞു, നീ കാണിക്കുന്നത് അനീതിയാണ്. അവനോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അവന്റെ മുന്നിൽ വെച്ച് നീ നിന്റെ കുഞ്ഞിനെ ലാളിക്കേണ്ടതില്ല. കാരണം സങ്കടം ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നീതിപൂർവമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ പള്ളിയിലെ നമ്മുടെ ഉസ്താദിന്റെ അനിയൻ പൊന്നിരിക്ക പറമ്പിൽ ഒരു വീട്ടില് അദ്ദേഹം സുഖമില്ലാതെ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഷുഗർ കൂടിയിട്ട് ഈ വാതപ്പരു പോലെ ഉണ്ടായി, വലിയ കുരു ഉണ്ടായി, പൊട്ടിയിട്ട് അത് ഉണങ്ങുന്നില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് 2-3 മാസങ്ങൾക്ക് മുമ്പ്. പുറത്തിങ്ങനെ ഇത് കുരു ഉണ്ടായി വന്ന് പൊട്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ ഇറച്ചി കാണുന്ന നിലയ്ക്ക് ആ തൊലി മൊത്തം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക. അപ്പൊ ഒരു സ്ഥലത്ത് മാറി അത് പിന്നെ വേറെ സ്ഥലത്ത് വരും, പിന്നെ അവിടെ അങ്ങനെ പൊട്ടിച്ചീഞ്ഞ് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ്. വളരെ പാവപ്പെട്ട ഒരു സഹോദരനാണ്. കുറെ കാലമൊക്കെ ഉസ്താദായി ജോലി ചെയ്ത ഒരു പാവപ്പെട്ടവനാണ്. പിന്നെ കുറെ നാൾ അറവും മറ്റു കാര്യങ്ങളുമായി നടന്നു. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു തുക. അദ്ദേഹം ചികിത്സയിലാണ്. അതുപോലെ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് ചികിത്സക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഉസ്താദിന്റെ അനിയനാണ്. എല്ലാവരും നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള ഒരു സഹായം ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുമായി ബന്ധപ്പെട്ട് പുറത്ത് പാത്രം വച്ചിട്ടുണ്ടാവും. എല്ലാവരും അതിൽ സഹകരിച്ച് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ 4 സഹോദരന്മാർ സംഭാവന, കാരണന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ മുടിക്കലിലുള്ള ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമിന ഉമർ മുടിക്കൽ, അതുപോലെ മയ്യത്ത് നമസ്കരിക്കുക ഇരുമലപ്പടി മണക്കാട്ട് കുഞ്ഞുമോൻ, അല്ലാഹു അവരുടെ എല്ലാം ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അർഹമുർറഹീമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ മാതാപിതാക്കൾക്ക് തന്ന സ്വതക്കുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നെങ്കിൽ നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പള്ളിക്ക് ചുറ്റും വിശ്രമം കൊള്ളുന്ന കാരണവന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാതാപിതാക്കളോട് നീതിയോടെ പെരുമാറാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. കുടുംബത്തോട് നീതി കാണിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹലാലായത് മാത്രം സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമ് സമ്പാദിക്കാനുള്ള ഭാഗ്യം നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഹറാമ് ഞങ്ങളെ നീ ഭക്ഷിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സുഖമില്ലാതെ കഴിയുന്ന ആലിമായ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കഴിയുന്നു, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹ്. വീടുകളിൽ കഴിയുന്ന രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ശാരീരികമായ പല പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാം നീ സലാമത്താക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ഈ പള്ളിയിലേക്ക് കൊടുത്ത സ്വതക്കകൾ നീ സ്വീകരിക്കണ റഹ്മാനെ. ഈ ബക്കറ്റ് പിരിവിൽ ഇവിടെ പള്ളിയിലെ ബക്കറ്റിലേക്ക് ഇടുന്ന ഓരോ തുട്ടിനും നീ അർഹമായ പ്രതിഫലം കൊടുക്കണ അല്ലാഹ്. ജാരിയായ സ്വതക്കയാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഏതവസരത്തിൽ മരണപ്പെട്ടാലും ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്.